സംസ്ഥാന സർക്കാരിന് മുന്നറിയിപ്പുമായി താമരശ്ശേരി ബിഷപ്പ് മാർ റെമിജിയോസ് ഇഞ്ചനാനിയിൽ വന്യമൃഗങ്ങളെ സർക്കാർ വെടിവെച്ചില്ലെങ്കിൽ തങ്ങൾ ചെയ്യും. കാട്ടുപോത്തിനെ വെടിവെക്കാൻ ഉത്തരവിടണമെന്നും ബിഷപ്പ് ആവശ്യപ്പെട്ടു. വാഗ്ദാനം നൽകി ഇനിയും പറ്റിക്കാമെന്ന് കരുതരുത്. സർക്കാരിന് സാധിക്കുന്നില്ലെങ്കിൽ ഈ മലയോര പ്രദേശത്തിന്റെ സംരക്ഷണം തങ്ങൾ ഏറ്റെടുക്കും. കളക്ടറും വനമന്ത്രിയും നൽകിയ ഉറപ്പ് പാലിക്കുന്നതുവരെ സമരം തുടരുമെന്നും താമരശ്ശേരി ബിഷപ്പ് വ്യക്തമാക്കി. വിവരങ്ങളുമായി സോണൽ കൃഷ്ണ ചേരുന്നു. സോണൽ, വിശദാംശങ്ങൾ. രോഹിണി, കൃത്യമാണ്. ബിഷപ്പ് കൃത്യമായിട്ട് തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അനുകൂലമായിട്ടുള്ള ഒരു നടപടി ഉണ്ടായിട്ടില്ലെങ്കിൽ സമര പരിപാടികളുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് താമരശ്ശേരി ബിഷപ്പും പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും പ്രധാനമായി പറയേണ്ടത്. അതായത് ഈ പ്രധാനമായി പറയുന്നത് ഈ വെടിവെക്കാൻ, അതായത് ഈ കാട്ടുപോത്തിനെ വെടിവെക്കാൻ ഉത്തരവിട്ടിട്ടില്ലെങ്കിൽ തങ്ങൾ അത് ചെയ്യും എന്നുള്ള കാര്യമാണ് കൃത്യമായിട്ട് പിതാവ് പറഞ്ഞിരിക്കുന്നത്. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് ശമ്പളം നൽകുന്നത് തങ്ങളെ, മനുഷ്യരെ സംരക്ഷിക്കാനാണ്, മൃഗങ്ങളെ അല്ല എന്നുള്ള കാര്യം കൂടി പിതാവ് പറയുന്നുണ്ട്. ഇനി വാഗ്ദാനങ്ങൾ നൽകി തങ്ങളെ പറ്റിക്കാൻ നോക്കരുത്. തങ്ങൾക്ക് കാര്യങ്ങളെല്ലാം തന്നെ മനസ്സിലായി തുടങ്ങി. കൃത്യമായി തന്നെ ഞങ്ങൾ മുന്നോട്ട് പ്രതിഷേധ സമര പരിപാടികളുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് പ്രധാനമായി പിതാവ് പറഞ്ഞിരിക്കുന്നത്. ഞങ്ങളുടെ സംരക്ഷണം സർക്കാരിന് സാധിക്കുന്നില്ലെങ്കിൽ ഈ മലയോര പ്രദേശത്തെ സംരക്ഷണവും തങ്ങൾ തന്നെ ഏറ്റെടുക്കും. ഈ ഭരണവും, അതായത് മലയോര പ്രദേശത്തിന്റെ ഭരണവും തങ്ങൾ തന്നെ ഏറ്റെടുക്കും എന്നുള്ള കാര്യം കൂടി പിതാവ് ഉറച്ച സ്വരത്തിൽ പറയുന്നുണ്ട് എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം സർക്കാരിനോട് നിരന്തരമായിട്ട് ഉന്നയിക്കുന്ന ആവശ്യങ്ങളാണ് ഇതെല്ലാം. അതോ ആ ഉത്തരം ആവശ്യങ്ങളൊന്നും തന്നെ സർക്കാർ മുഖവിലേക്ക് എടുക്കാത്തൊരു സാഹചര്യം കൂടി ഉണ്ടായതോടെയാണ് തുടർച്ചയായിട്ട് ഇത്തരം സമരപരിപാടികളും പ്രതിഷേധങ്ങളുമായി രംഗത്തെത്തുന്നത്. അതായത് തങ്ങളുടെ ആവശ്യങ്ങളെല്ലാം അംഗീകരിച്ചാൽ മാത്രമേ ഇത്തരത്തിൽ പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ഭൗതികദേഹം വിട്ടുകൊടുക്കൂ എന്നുള്ള കാര്യവും പിതാവ് പ്രധാനമായി പറയുന്നുണ്ട്. ഈ വന്യമൃഗങ്ങളെ സർക്കാർ ഇത്തരത്തിൽ വെടിവെച്ചിട്ടില്ലെങ്കിൽ തങ്ങൾ വെടിവെക്കും എന്നുള്ള രീതിയിലാണ് പിതാവിന്റെ പ്രസ്താവന വന്നിരിക്കുന്നത് എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ അടിസ്ഥാനപരമായിട്ട് എത്രയും പെട്ടെന്ന് ഈ കുടുംബത്തിന് 10 ലക്ഷം രൂപ കൈമാറണം. അതുപോലെ തന്നെ ഈ കാട്ടുപോത്തിനെ വെടിവെക്കാനുള്ള ഉത്തരവ് എത്രയും പെട്ടെന്ന് ഇടണം. അതുപോലെ തന്നെ ഇവരുടെ ഭാര്യയുടെ ചികിത്സാ ചെലവ് കൂടി സർക്കാർ ഏറ്റെടുക്കണം എന്നുള്ള കാര്യം കൂടി പിതാവ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായി പറയേണ്ടത് ഈ പ്രദേശത്തിന്റെ ഭരണം, മലയോര മേഖലയുടെ ഭരണം തങ്ങൾ ഏറ്റെടുക്കും, അതിനുള്ള സംവിധാനം തങ്ങൾക്കുണ്ട് എന്നുള്ള കാര്യം കൂടി പിതാവ് പറഞ്ഞു വെക്കുന്നുണ്ട്. രോഹിണി, ശരി. സർക്കാരിന് മുന്നറിയിപ്പുമായി താമരശ്ശേരി ബിഷപ്പ് സോണൽ കൃഷ്ണയാണ് വിവരങ്ങൾ നൽകിയത്.